ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഡിന്നറിനും ഒക്കെ കഴിക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിപ്പോ നമ്മൾ അരിപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്ന അരിപ്പൊടി കൊണ്ടും റേഷനറി കൊണ്ടുള്ള പൊടി കൊണ്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പം കറി കൂട്ടണമെന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോ കണ്ടാല് എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച പോലെയൊക്കെ ഉണ്ടാവും, പക്ഷെ ദോശക്കല്ലിലാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. പുറമെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ചാനൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തവർ ഇടയ്ക്കൊന്ന് യൂട്യൂബിൽ ചിക്കൂസ് ഡൈൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചാനൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാൻ സാധിക്കും. അവിടെ വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഒന്നും മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഈ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. പത്തിരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇടിയപ്പത്തിന്റെ പൊടിയോ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഏത് പൊടിയായാലും കുഴപ്പമില്ല. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിൽ 2.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ആ കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പച്ചവെള്ളം അല്ലേ ഒഴിച്ചത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളക്കുമ്പോൾ തന്നെ ആ കട്ടകളൊക്കെ അങ്ങ് ഉടഞ്ഞോളൂ. ഇപ്പൊ ഇത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് അധിക സമയമൊന്നും എടുക്കൂല കേട്ടോ, പെട്ടെന്നാവും. അത് ചൂടായി വരുമ്പോ തന്നെ മാവ് തിക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പം വെള്ളം തിളക്കേണ്ട സമയം ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഉരുണ്ടുകൂടി വരും കേട്ടോ. ഈ ഉരുണ്ടുകൂടി വരുന്നതാണ് ഇതിന്റെ ഒരു പാകം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടി ഒഴിച്ചില്ലേ, അതേപോലെ തന്നെ. അപ്പൊ അതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാനിൽ തട്ടിയിരിക്കുന്ന പോർഷൻ അങ്ങ് കുറച്ച് ഹാർഡായിപ്പോ. അപ്പൊ നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് നിരത്തി വെച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതൊന്ന് തണുക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-6 ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളിയാണ്, അതൊന്ന് ചതച്ചെടുക്കാം. ആ ചതഞ്ഞ് എല്ലാം ഉള്ളികളും ഒന്ന് ചതയണം, അത്രയേ ഉള്ളൂ. അരഞ്ഞു പോകരുത്. വേണ്ടതുപോലെ ഒന്ന് ആയാൽ മതി. അപ്പൊ ഇത് അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. ഒരുപാട് തണുക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ആയിക്കൊള്ളുന്നു. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അപ്പൊ തേങ്ങ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. കൂടുതൽ ഇട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആണ്. ഇനി അതിലേക്ക് നമുക്കിത് അടിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴയ്ക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ അങ്ങ് കുഴയ്ക്കാം. അതിപ്പം ചൂട് നമുക്ക് പറ്റുന്നത്ര ചൂടുള്ളപ്പം നമുക്ക് കുഴക്കാം കേട്ടോ. നമുക്ക് ചിലർക്ക് തീരെ ചൂട് പറ്റില്ലായിരിക്കും. അപ്പൊ തണുത്തോട്ടെ, ഏതായാലും കുഴപ്പമില്ല. ഒരുപാട് അങ്ങ് തുറന്നു വെച്ച് തണുപ്പിക്കരുത്. ഒരുപാട് തണുപ്പിക്കാൻ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ തണുപ്പിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് വിണ്ട് കീറിപ്പോവും പുറം ഭാഗം. ഈ ചെറിയുള്ളിയാണ് കേട്ടോ നമ്മുടെ ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. ഇത് ഇടാൻ മറന്നു പോകരുത്. ഇത് ഇടാൻ മടിക്കുകയും വേണ്ട. അതിന്റെ ആ ഒരു റോ സ്മെല്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് കൊടുക്കുക. ഇതിപ്പോ ശരിക്കും തേങ്ങയും ചുവന്നുള്ളിയും കൂടെ മിക്സിയിൽ ഒന്ന് ചതച്ചിട്ടിടുകയും ചെയ്യാം. അതപ്പോ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ജീരകം വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം വേണമെങ്കിൽ ഒരു നുള്ളിടാം. പക്ഷെ അതൊക്കെ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു ടേസ്റ്റ് വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഈ ഒരു ഇതിനെന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയുള്ളി, തേങ്ങ, അരിപ്പൊടിയും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇത് മാത്രം ഇട്ടാലേ കിട്ടുള്ളൂ. നല്ലൊരു മണവുമാണ്. ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു സ്മെല്ല് കിട്ടും. അത് കഴിഞ്ഞ് നമ്മളത് ഫ്രൈ ചെയ്യുമ്പോഴാണേലും കഴിക്കുമ്പോഴും അതിന്റെ ആ ഒരു സ്മെല്ല് കിട്ടും. ഇനിയിപ്പോ ഒന്നുമില്ല, അതാന്ന് പറഞ്ഞ് കഴിയും. ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. അപ്പം ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അതൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഉരുളയായിട്ട് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങ് വെച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. എടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കയ്യിലൊന്ന് തടവിയാൽ മതി കേട്ടോ. അപ്പൊ ഒട്ടില്ല. ഇപ്പൊ കുറച്ചൊരു തിക്നെസ്സിൽ തന്നെ വേണം കേട്ടോ പരത്താനായിട്ട്. ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തരുത്. അപ്പൊ ആ കുറച്ചൊരു തിക്നെസ്സിൽ തന്നെ പരത്തണം. നമ്മൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1/4 ഭാഗത്തോളം ഈ ഒറ്റ ദോശക്കല്ലിലായി കേട്ടോ. 2 എണ്ണത്തിനുള്ള മാവ് മാത്രമേ ബാക്കിയുള്ളൂ. അത് നമുക്ക് അടുത്ത സെറ്റായിട്ട് ഇടാം. ഇതിപ്പോ ഒറ്റയടിക്ക് തന്നെ നമുക്ക് കാര്യം കഴിയും. ഇത് നമുക്ക് കുറഞ്ഞ തീയിലൊന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ പുകയൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ മതി.
അത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ആ സൈഡ് അങ്ങ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതാ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അത് മതി. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ, അതായിട്ടുണ്ട്. നമുക്ക് എടുക്കാം. നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. ചിക്കൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടി വെച്ച ചിക്കനാണ്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇപ്പൊ കണ്ടോ, നല്ല ക്രിസ്പിയാണ്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയാണ്. നമുക്കൊന്ന് മുറിക്കാം. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാനൊന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ ഇത്. ശരിക്കും നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമ്മുടെ ആ ഉള്ളിയൊക്കെ ഇട്ട് അതിന്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ശരിക്കും കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കറി ഇല്ലാതെ തന്നെ കഴിക്കാം. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, കുശാലല്ലേ. ഇതിപ്പം നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടി വെച്ചിരിക്കുന്ന ഒരു ചിക്കനാണ്. അപ്പൊ അത് കൂട്ടി ഒന്ന് കഴിക്കട്ടെ. അപാര കോമ്പിനേഷൻ ആണ് കേട്ടോ. ചിക്കൻ വരട്ടിയതും ഈ ഒരു പത്തിരിയും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എത്ര എളുപ്പത്തിലാണ് ഉണ്ടാക്കി കഴിഞ്ഞത്. ഈ ചിക്കൻ വരട്ടിയത് ഈസി ആട്ടോ. അതിന്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. ചിക്കൻ പെരളന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതും ഈ പത്തിരിക്ക് നല്ല കോമ്പിനേഷൻ ആണ്. അല്ലാതെ ചിക്കൻ കറികളിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതൊക്കെ ഇതിന് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയാലേ നിർത്തൂല. ക്യാമറ ഓണാക്കി വെച്ചതാണെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കഴിക്കട്ടെ. അതേപോലെ തന്നെ നമുക്കിപ്പോ റേഷൻ അരി കൊണ്ടുള്ള പൊടിയില്ലേ, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിൽ കാണിച്ചിട്ടില്ലേ, ഒരു പുട്ടുണ്ടാക്കിയിട്ടുള്ള ആ പൊടി കേട്ടോ ഇത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നല്ല അസല പത്തിരി ഉണ്ടാക്കാം. നമ്മൾ ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പത്തിരി കഴിഞ്ഞും ടേസ്റ്റുമാണ്, കാണാനും നല്ല ക്രിസ്പിനെസ് ഒക്കെ കൂടുതൽ ഈ ഒരു പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ള അരിയില്ലേ, ചോറ് വെക്കുന്ന അരി, ആ അരി പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിനകത്ത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ആ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു 1 കപ്പ് എടുക്കാം. ഇതെന്ന് വെച്ചാൽ ഇത് നല്ല പൊടി ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. ഇപ്പൊ ഇത് 1 കപ്പ് മതിയാവും. മറ്റേത് 1.5 കപ്പ് എടുക്കുന്നതിന് പകരം ഇത് 1 കപ്പ് മതി. ഇതിലേക്ക് നമുക്ക് ഒരു 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടി പോലെയല്ല, ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യും. 2.5 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് കുറുക്കിയെടുക്കാനും പറ്റും ഈ പൊടി. ഇതിപ്പം ഇങ്ങനെ അല്ലാണ്ടും ഉണ്ടാക്കാം കേട്ടോ. സാധാരണ നമ്മളിപ്പം പണ്ടൊക്കെ ചെയ്യുന്ന പോലെ വെള്ളം തിളപ്പിച്ചിട്ട് പൊടിയിലേക്ക് ഒഴിച്ചാലും മതി. പക്ഷെ കറക്റ്റായിട്ട് ആ വെള്ളം പാകമായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും വെള്ളം എത്താതെ കട്ടകളൊക്കെ ആയിട്ട് നമുക്കത് ശരിക്കും നല്ല കറക്റ്റായിട്ട് കിട്ടില്ല. പക്ഷെ ഇതാവുന്ന സമയത്ത് എല്ലായിടത്തും എല്ലാ ഭാഗവും ഒരുപോലെ വേവുകയും ചെയ്യും മാവ്. ഇപ്പം ഇങ്ങനെ മാവ് ഓൾറെഡി വേവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവസാനം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിക്കുന്നത് കേട്ടോ. ഇതിപ്പോ തിളച്ചിട്ടൊന്നുമില്ല, അതിനു മുമ്പ് തന്നെ കുറുകി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്ങ് കട്ടയായി ഉരുണ്ട് വന്നിട്ടുണ്ട്. അതിപ്പോ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇതിട്ട് വെക്കുന്നത്. ഒന്ന് ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തടുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഒരു 3/4 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇപ്പൊ ഒരു ചൂടോടെ കുഴക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. എന്തായാലും തന്നെയായാലും അപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇതും അതേപോലെ തന്നെ നമുക്കൊന്ന് ഉരുട്ടി കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്ത് ഇപ്പം ഒരു 11 എണ്ണം ഉരുട്ടി പരത്തി വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പരത്തിയത് എടുത്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു 2 ദിവസം വരെയൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പൊ തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഈസിയായി. അതേപോലെ തന്നെ ദോശക്കല്ലിൽ എണ്ണ ഒഴിച്ചിട്ട് വെച്ചു കൊടുക്കാം. മറിച്ചിട്ട് എടുക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഇതിപ്പം ചിക്കൻ കറിയിലായാലും കുഴപ്പമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങിന്റെ കറിയായാലും നല്ലതാണ്, മുട്ടക്കറിക്കായാലും കുഴപ്പമില്ല. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.